നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ നാം പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. നിർബന്ധമായും നാം പിന്തുടരേണ്ട 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഒന്ന്, ഹാർഡ് വർക്കാണ്. നമ്മൾ ഒരിക്കലും ഭാഗ്യത്തെ നോക്കിക്കണ്ടുകൊണ്ട്, ഭാഗ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്നിലേക്ക് എല്ലാം വന്നു ചേരും, ഞാൻ എൻ്റെ സ്വപ്നങ്ങളൊക്കെ എനിക്ക് പൂവണിക്കാൻ കഴിയും, ഞാൻ ഭാഗ്യം ചെയ്ത ആളാണ് എന്നൊന്നും കരുതിക്കൊണ്ട് നിൽക്കാതെ ഹാർഡ് വർക്കായി മുഴുവൻ എഫേർട്ടും ഇട്ടുകൊണ്ട് അതിനാവശ്യമായ രീതിയിൽ നാം പ്രവർത്തിക്കണം. ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയാറുണ്ട് അവൻ വലിയ ഭാഗ്യവാനാണ് എന്ന്. ഭാഗ്യമുള്ളവർക്കേ അതൊക്കെ ചെയ്യാൻ കഴിയൂ, ഭാഗ്യമുള്ളവർക്കേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയൂ എന്നൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ പൊള്ളയായ ഒരു വാക്കാണ്. ഒരിക്കലും ഭാഗ്യത്തിൽ വിശ്വസിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മുടെ സകല എഫേർട്ടും നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യലും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. വിജയിച്ചു നിൽക്കുന്ന നാം ഭാഗ്യവാന്മാരെന്ന് കരുതുന്ന ആളുകളുടെ ആ ഭാഗ്യത്തിന് പിന്നിൽ, ആ വിജയത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ടാകും. കഷ്ടപ്പാടിൻ്റെ, ദുരിതത്തിൻ്റെ, സഹനത്തിൻ്റെ ഒക്കെ കഥകളുണ്ടാകും. അത് അവർക്ക് മാത്രമേ അറിയൂ. നമ്മൾ അവരെ കാണുന്നത് വിജയിച്ച് പൂത്തുലഞ്ഞ് പ്രശംസനീയമായ രീതിയിലുള്ള അവസ്ഥയിൽ മാത്രമാണ്. എന്നാൽ അവരുടെ വിജയത്തിന് പിന്നിൽ ഉറക്കമില്ലാത്ത രാത്രികളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ നിരന്തരമായി ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും നോക്കാറില്ല. നമ്മൾ അവരുടെ വിജയത്തെ നോക്കിക്കൊണ്ട് പറയും ഭാഗ്യവാനാണ് അവൻ, വിജയിയാണ് എന്ന്. പക്ഷെ ഭാഗ്യത്തിൽ വിശ്വസിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നത് ജീവിത വിജയത്തെ സഹായിക്കുന്നതിന്, വിജയത്തിലെത്താൻ നിർബന്ധമായും നാം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ക്ഷമയാണ്. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ, ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേക്കും നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഒരുപാട് പരാജയങ്ങളും ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ ക്ഷമിച്ചുകൊണ്ട്, ഇല്ല എനിക്കെന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും, എത്ര ശ്രമിച്ചാലും എത്ര വൈകിയാലും ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കും, അതിനിടയിലുള്ള പ്രതിസന്ധികളെ, അതിനിടയിലുള്ള തടസ്സങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട് അതിനോടൊക്കെ ക്ഷമയോടുകൂടി പ്രതികരിച്ചുകൊണ്ട് കാത്തിരുന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ് വിജയം. നമ്മുടെ ലക്ഷ്യപൂർത്തീകരണം, സ്വപ്ന സാഫല്യം എന്നത് നാം മനസ്സിലാക്കുകയും ഹാർഡ് വർക്കിനോടൊപ്പം ക്ഷമയോടുകൂടി നാം കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്യണം. മറ്റൊന്ന് ത്യാഗമാണ്, സാക്രിഫൈസ്. നമ്മൾ എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം പ്രയോറിറ്റി നിശ്ചയിക്കണം. എൻ്റെ താല്പര്യത്തിലേക്ക്, എൻ്റെ സ്വപ്നത്തിലേക്ക്, എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്തിപ്പെടണമെങ്കിൽ എനിക്കൊരുപാട് ത്യജിക്കേണ്ടി വരും. എൻ്റെ ഒരുപാട് ഇഷ്ടങ്ങളെ മാറ്റിവെക്കേണ്ടി വരും. കാരണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമായ വലിയ ഗോളിലേക്ക് ഉള്ള യാത്രയിൽ എനിക്കൊരുപാട് കാര്യങ്ങളെ ത്യജിക്കേണ്ടി വരും. അങ്ങനെ ത്യാഗപൂർണമായിട്ടുള്ള, വളരെ ക്ഷമയോടുകൂടിയുള്ള കഠിനാധ്വാനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയവും സന്തോഷവും, ഈ നമ്മൾ ഇന്ന് പലരിലും കാണുന്ന ഈ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് പിന്നിൽ അവർ സഹിച്ച കഠിനാധ്വാനവും ക്ഷമയും ഒരുപാട് ത്യാഗങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, കൺസിസ്റ്റന്റ് ആയിക്കൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക. സ്ഥിരതയോടുകൂടി നാം ആ കാര്യം ചെയ്യുക. ഒരു വട്ടം ചെയ്തു, 2 വട്ടം ചെയ്തു, ഫലം കണ്ടില്ല, പിന്മാറാതെ സ്ഥിരമായി നാം ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥിരമായി ചെയ്യുമ്പോഴാണ്, സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം പെർഫെക്ഷനിലേക്ക് എത്തുന്നത്, പരിപൂർണതയിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു വട്ടം ചെയ്തുകൊണ്ടോ 2 വട്ടം ചെയ്തത് കൊണ്ടോ നമുക്കതിനെ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ കഴിയില്ല. അങ്ങനെ സ്ഥിരതയോടെ ത്യാഗങ്ങൾ സഹിച്ച് ക്ഷമയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ് വിജയമെന്ന് പറയുന്നത്, ഭാഗ്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ഡിസിപ്ലിനാണ്, അച്ചടക്കം. നമ്മുടെ ലൈഫിൽ നാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അച്ചടക്കം, ഒരു കൃത്യനിഷ്ഠത, ഒരു ഡിസിപ്ലിൻ. അത് സമയത്തിന്റെ കാര്യത്തിലാകാം, നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാകാം, ദിനചര്യയുടെ കാര്യത്തിലാകാം. നാം ഗോളിലേക്ക് അച്ചീവ് ചെയ്യേണ്ട ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നാം ആ അച്ചടക്കം ശീലിച്ചാൽ നമുക്ക് ഈ വിജയം നമ്മളിലേക്ക് വന്നു ചേരും. അച്ചടക്കമില്ലാത്ത, കൃത്യതയില്ലാത്ത, ചട്ടക്കൂടുകളില്ലാത്ത ഒരാൾക്കും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക.
മറ്റൊന്ന് ആത്മവിശ്വാസം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മറ്റൊന്നുമില്ലെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനേക്കാൾ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയേക്കാൾ, നമ്മുടെ സാഹചര്യങ്ങളെക്കാളൊക്കെ നമുക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിൽ എൻ്റെ ആ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ ആ സ്വപ്നത്തിലേക്ക്, എൻ്റെ ഈ യാത്ര ഞാൻ തുടരുക തന്നെ ചെയ്യും. അതെനിക്ക് ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കുകയും ആത്മവിശ്വാസത്തോടു കൂടി ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഏത് സ്വപ്നത്തെയും, ഏത് ഡ്രീമിനെയും, ഏത് ഗോളിനെയും നമുക്ക് അച്ചീവ് ചെയ്യാനും കരസ്ഥമാക്കാനും സഫലീകരിക്കാനും കഴിയുമെന്നത് നാം മനസ്സിലാക്കുക. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, ക്ഷമയോടെ സ്ഥിരമായി ചെയ്തുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് ത്യജിക്കാനുള്ള മനസ്സുണ്ടാക്കിക്കൊണ്ട് നാം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ ഏതു ലക്ഷ്യത്തെയും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഏറ്റവും ആവശ്യം നിരന്തരമായി പ്രവർത്തിക്കുക എന്നതാണ്. അങ്ങനെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു മാനസികാവസ്ഥ നാം രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ 6 കാര്യങ്ങളെ, ഹാർഡ് വർക്കിനെ, കഠിനാധ്വാനത്തെ, ത്യാഗ മനോഭാവത്തെ, ക്ഷമയെ, സ്ഥിരതയെ, ഡിസിപ്ലിൻ, അച്ചടക്കത്തെ, കോൺഫിഡൻസിനെ ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോൾ ലക്ഷ്യം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.